മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ്. ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ ഉത്തരവ്. ഓഫീസ് പ്രവർത്തനം കമ്പ്യൂട്ടർവൽക്കരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ ഓഫീസിലേക്ക് എത്തുന്നവരെ പബ്ലിക് റിലേഷൻ ഓഫീസർ സംസാരിച്ച് മടക്കി അയക്കാൻ നിർദ്ദേശവുമുണ്ട്. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. അഞ്ചു ഗതാഗത വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് പൂർണ്ണമായും ഇതിന്റെ പ്രവർത്തനം കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പൊതുജനങ്ങളും ഇതിന്റെ ഇടത്തട്ടുകാർ, അതായത് ഏജന്റുമാരെയും ഓഫീസുകളിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് കാട്ടി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് ഉത്തരവിറക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നു, ആരെങ്കിലും അകത്തേക്ക് കടന്നാൽ തന്നെ, പ്രത്യേക സാഹചര്യത്തിൽ വന്നാൽ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അവിടെ വരെ എത്താൻ പാടുള്ളൂ. സെക്ഷനുകളിലേക്ക് ഇവരെ കടത്തിവിടാൻ ഒരു കാരണവശാലും അങ്ങനൊരു നടപടി ഉണ്ടാവരുത് എന്നതാണ് നിർദ്ദേശം. അതായത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇവരെ പറഞ്ഞ് മടക്കി അയക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ ഉത്തരവിൽ ഉള്ളത്. ഇതിൽ ഒരു ന്യായീകരണം ഇടത്തട്ടുകാരുടെ ചൂഷണവും കൈക്കൂലിയും മറ്റും ഒഴിവാക്കാനാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ലൈസൻസ് ഉടമ ഇല്ലെങ്കിൽ ഒരു വാഹന ഉടമയ്ക്ക് അവരുടെ സേവനം കൃത്യമായി ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിനെ ബന്ധപ്പെടും എന്ന കാര്യത്തിലെ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. കാരണം ഇടത്തട്ടുകാരെ ഒഴിവാക്കി ചൂഷണങ്ങൾ ഒഴിവാക്കാനാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ഇത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു പൊതുജനത്തിന് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതെ വരുമ്പോൾ അത്തരം സേവനങ്ങൾ ഇല്ലെങ്കിൽ ഒരു സംശയങ്ങൾക്ക് പോലും ഇവർ ഏജന്റുമാരെയും മറ്റും ബന്ധപ്പെടുകയും അവർ രഹസ്യമായോ ഏത് രീതിയിലായാലും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സാഹചര്യം കൈക്കൂലി ലഭിക്കുന്നതിനും ചൂഷണത്തിനും ഉണ്ടാവും എന്ന ഒരു അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത് ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നതും. അഞ്ജു. ശരി സുധീഷ്.